എൻ്റെ പേര് പ്രദീപ. ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്നു. 2023 മാർച്ച് 28 ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാനൊരു പ്രത്യേക മാനസിക സമ്മർദ്ദത്തിലായിരുന്ന ഒരു സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാണ് ഞാൻ കൃപാസനം അമ്മയെക്കുറിച്ച് അറിയുന്നത്. മാതാവിനെ പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. അപ്പം മാതാവിനെക്കുറിച്ച് അവളിങ്ങനെ പറയുമ്പോഴും ഞാനിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കൊന്ന് വരണമെന്ന്. ആദ്യമൊന്നും എനിക്ക് വരാൻ പറ്റിയില്ല. അവൾ അയച്ചു തന്ന പ്രാർത്ഥനകളും കാര്യങ്ങളും ഞാൻ വീട്ടിൽ തന്നെ ചെയ്യുമായിരുന്നു. പിന്നെ എനിക്കിങ്ങോട്ട് വരണം എന്നുള്ള അതിയായ മോഹമായി ഞാൻ ഇവിടെ എത്തി. എങ്ങനെയോ എന്നെ ഇവിടെ എത്തിച്ചു എന്ന് തന്നെ പറയാം. എൻ്റെ മോളുടെ പ്രായമുള്ള ഒരു കുട്ടിയുടെ കൂടെയാണ് ഫസ്റ്റ് ഞാനിവിടെ വന്നത്. വന്നന്ന് തന്നെ എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചു. ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയി ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ വീട്ടിൽ ഒരുപാട് ചേഞ്ചുകൾ വന്നു തുടങ്ങി. വീട്ടിൽ മനസ്സമാധാനം ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. അതൊക്കെ എനിക്ക് പതിയെ തിരിച്ചു കിട്ടി. ഇപ്പം എൻ്റെ വീട്ടിൽ യാതൊരു ബുദ്ധിമുട്ടില്ല, നല്ല രീതിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അത് എൻ്റെ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും ഒരുപാട് അനുഗ്രഹത്തിന് ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ എനിക്ക് എൻ്റെ ബ്രസ്റ്റിൽ 2 ബ്രസ്റ്റിലും ഒരു തടിപ്പ് കണ്ടു. ഇതിനു മുമ്പ് എനിക്കൊരു മുഴയുണ്ടായിരുന്നു, അത് നീക്കം ചെയ്തതാണ്. പിന്നെ എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നതുകൊണ്ട് എനിക്കിങ്ങനെ ഒരു മുഴ വന്നതുകൊണ്ട് എൻ്റെ വീട്ടിലെല്ലാവർക്കും ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ മോളോട് പറഞ്ഞിരുന്നേ ഇല്ല. എന്നിട്ട് ഞാനത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുൻപ് തന്നെ ഞാൻ കുറച്ച് ദിവസം വീട്ടിൽ തൈലം ഉപയോഗിച്ചും ഉപ്പും ഒക്കെ പുരട്ടി രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിക്കുമായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ക്യാൻസർ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്ത് ക്യാൻസർ ഇല്ല, ഫൈബ്രോയിഡ് മാത്രമാണ് എന്ന് പറഞ്ഞു. കോടാനുകൂടി നന്ദി അമ്മയ്ക്കും തിരുക്കുമാരനും പറയുന്നു. അതുകൂടാതെ എനിക്ക് പറയാനുള്ളത്, ചെറുതും വലുതുമായി ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് അമ്മ മാതാവ്. പിന്നെ ഈ നിൽക്കുന്നത് എൻ്റെ മോളാണ് കാവ്യ. അവൾക്ക് ജോലിയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല, കല്യാണം കഴിഞ്ഞ കുട്ടിയാണ്. അവൾ അതിൻ്റെ ഇടയിൽ IELTS എക്സാം ട്രൈ ചെയ്തു. ഫസ്റ്റ് തന്നെ അത് IELTS എക്സാം പാസ്സായി. അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന കാര്യമാണ്. ഫസ്റ്റ് തന്നെ അവളൊക്കെ തന്നു, മാതാവ് അനുഗ്രഹിച്ചു. അതുകൂടാതെ അതങ്ങനെ ചെയ്തു പരീക്ഷ പാസ്സായെങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അത് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞപ്പോൾ ഇവളെന്നോട് പറയുമായിരുന്നു, ഇനി എനിക്ക് എന്താണെന്ന് അറിയില്ല അമ്മേ, എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നിങ്ങനെ പറഞ്ഞിരുന്നു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു, മോള് കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കുക, എന്തെങ്കിലും ഒരു വഴി നിനക്ക് കാണിച്ചു തരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നിട്ട് അവൾ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ എനിക്കൊരു ബയോഡേറ്റ വേണം, അത് തരുമോ ചോദിച്ചു. അയച്ചു തരുമോ അമ്മ പോയിട്ടെന്ന് പറഞ്ഞു. അത് ക്യാബിൻ ക്രൂവിന് കൊടുക്കാനായിരുന്നുള്ളത് അവൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അന്ന് മുതൽ ഞാനും പ്രാർത്ഥിക്കുമായിരുന്നു. എന്നിട്ട് പിന്നെ ഫസ്റ്റ് അവൾ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ 2023 ഒക്ടോബറിൽ ഒരു ഇൻ്റർനാഷണൽ എയർലൈന് വേണ്ടി അപ്ലൈ ചെയ്തു. അത് എന്തോ സാഹചര്യങ്ങൾ കൊണ്ട് അവൾക്ക് റിജക്റ്റായി, കിട്ടിയില്ല. അത് കഴിഞ്ഞപ്പോൾ അവൾ എന്നോടിങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ അവളോട് പറയും, മനുഷ്യൻ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. മോൾ പ്രാർത്ഥിക്കാൻ പറയുമായിരുന്നു. എന്നിട്ട് അവൾ അത് എഴുതി വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവൾ ഒരുപാട് ഇൻ്റർവ്യൂകൾ, ഇന്ത്യയിലുള്ള ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു, കിട്ടിയിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് അവൾ ഫസ്റ്റ് അറ്റൻഡ് ചെയ്ത അതേ എയർലൈനിൽ തന്നെ ഈ വർഷം ഒക്ടോബറിൽ തന്നെ അവൾക്ക് അത് സെലക്ഷൻ കിട്ടി. മാതാവ് അനുഗ്രഹിച്ചു. മാതാവ് അനുഗ്രഹിച്ചു. അതുകൂടാതെ ആ ഇൻ്റർവ്യൂ അതിന് പോയ കുട്ടികൾ 9 പേര് പോയതിൽ 5 പേരും റിജക്റ്റായി. അതിൽ 4 പേരാണ് ആ ഇൻ്റർവ്യൂവിന് സെലക്ഷൻ കിട്ടിയത്. അതിലൊരാളാണ് എൻ്റെ മോള്. അത് കഴിഞ്ഞ് അവൾ ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പ് ഇവിടെ വന്നിരുന്നു. ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. അവിടെ ചെന്നെങ്കിലും ട്രെയിനിങ് ഭയങ്കര ടഫായിരുന്നു. അവൾക്ക് ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു. മറ്റുള്ള കുട്ടികൾ കരഞ്ഞ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാര്യമൊക്കെ എന്നോട് പറയുമായിരുന്നു. നേർച്ച വസ്തുക്കളും കാര്യങ്ങളൊക്കെ കൊടുത്തു വിട്ടുമായിരുന്നു, കാശ് രൂപം കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അവൾ അതൊക്കെ ഉപയോഗിക്കുമായിരുന്നു. ഏത് ടെൻഷൻ പിടിച്ച ട്രെയിനിങ് സമയത്തും അവൾ പറയുമായിരുന്നു. എല്ലാം കഴിയുമ്പോൾ അവൾ പറയും, ഒക്കെ ഈസി ആയിരുന്നു അമ്മേ, ആദ്യമൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ അവൾ പറയും, എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം അനുഭവപ്പെട്ടിട്ടുണ്ട്, അതെനിക്ക് മനസ്സിലായി, അമ്മ പേടിക്കേണ്ട, എനിക്ക് തന്നെ ഒരു ധൈര്യം കിട്ടുന്നുണ്ട് എന്ന് മോള് പറയുമായിരുന്നു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയാൻ ഞങ്ങളുടെ അവിടെയുള്ള ഹോസ്പിറ്റലുകളിൽ പത്രം കൊടുക്കാൻ പോകുമായിരുന്നു. പിന്നെ അവിടെ ഒരു അനാഥാലയമുണ്ട്, വയോജന മന്ദിരം, അവിടെ അമ്മമാരെയൊക്കെ കാണാൻ പോകുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരുപാട് ചികിത്സാ ഫണ്ട് അങ്ങനെയൊക്കെ വരുമായിരുന്നു. അപ്പോൾ എന്നെ കഴിയുന്ന വിധം ഞാൻ അവരെയൊക്കെ പറ്റുന്ന പോലെയൊക്കെ സഹായിക്കുമായിരുന്നു. പത്രം കൊടുത്തുന്നതും പിന്നെ പത്രം കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് ഈ തൈലം എടുത്ത് കുരിശ് വരച്ച് ഈ പത്രം ആർക്ക് കിട്ടുന്നോ അവർക്ക് ഒരനുഗ്രഹമെങ്കിലും എൻ്റെ അമ്മ മാതാവ് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം പാലക്കാട് നിന്നും ഞങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് പേര് എൻ്റെ പേരിൽ ഞാൻ ഇവിടെ വന്നതിന് ശേഷം വന്ന് ഉടമ്പടി
ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുമുണ്ട്. ഈശോയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു.